എല്ലാവരും സുഖായിരിക്കുന്നെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് ട്ടാ. നമുക്ക് ഈ ഒരു സ്വീറ്റ് ചൂടോടുകൂടി കഴിക്കാനും എന്നാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. ഒരു വെറൈറ്റിയുള്ള സ്വീറ്റാണ് ട്ടോ. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻസ് ഒക്കെ പറയാ. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് ട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ സ്വീറ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് ട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പൊടിയില്ലേ ഇതാണ് ട്ടോ. ഇത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളമായി പോകരുത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ച് റെഡിയാക്കി എടുക്കാം. പിന്നെ വെള്ളത്തിൻ്റെ അളവ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന പൊടിക്ക് അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഇങ്ങനെ ചേർത്ത് കൊടുത്ത് കുഴച്ച് നോക്കുമ്പോൾ നമുക്കറിയാലോ. നമ്മൾ കൊഴുക്കട്ടയൊക്കെ റെഡിയാക്കി എടുക്കില്ലേ ആ ഒരു രീതിയിൽ വേണം നമുക്ക് മാവ് കിട്ടാനായിട്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ നല്ലതുപോലെ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇതൊന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് 250 ഗ്രാം ശർക്കരയാണ് ട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ കുറച്ച് നേരം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു. അപ്പോൾ കണ്ടോ ശർക്കരയെല്ലാം നല്ലതുപോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി ട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ എടുക്കുന്നതിനേക്ക് മുൻപായിട്ട് ഒന്ന് അരിച്ചിട്ട് വേണം ട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിനി മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഈ സ്വീറ്റിലേക്ക് ഒരു ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ 1.5 കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ നാളികേരത്തിൻ്റെ ആ നനവൊക്കെ പോകുന്ന വരെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കുറച്ച് നേരം ഞാൻ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ ഇത്രയും മതി ട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനിയില്ലേ ഇത് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 1/2 കപ്പ് ശർക്കരപ്പാനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ട്ടോ. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി സാധാരണ നമ്മൾ നാളികേരമൊക്കെ വിളയിച്ചെടുക്കുന്ന പോലെ തന്നെ ഇത് കുറച്ച് നേരം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ചൂടാക്കി എടുക്കുക. ഈ ശർക്കരപ്പാനിയൊക്കെ ഒന്ന് വറ്റിയിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി ട്ടോ. കണ്ടോ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ മാവല്ലേ അതെടുക്കാം. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഒന്നുകൂടെ ഞാൻ ദേ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ മാവിലേക്ക് ഫില്ലിംഗ് എല്ലാം നിറച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ വളരെ ചെറിയ ബോൾസ് ആക്കിയിട്ടൊക്കെ വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് വലുപ്പത്തിലുള്ള സ്നാക്കല്ല നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് വളരെ ചെറിയ വലുപ്പത്തിൽ വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് മാത്രം ഇങ്ങനെ എടുത്താൽ മതി. കണ്ടോ ഇത്രയും മാത്രമേ ഞാൻ മാവ് എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് സാധാരണ നമ്മൾ കൊഴുക്കട്ടയൊക്കെ റെഡിയാക്കി എടുക്കില്ലേ അതുപോലെ തന്നെ ഇത് ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഫില്ലിങ്ങില്ലേ ഇത് കുറേശ്ശെയായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഈ സൈഡിൽ നിന്ന് തുടങ്ങി നമുക്ക് ഇങ്ങനെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ ഇതുപോലെ ഞാനൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 സൈഡും ഇതുപോലെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇവിടെ ജോയിൻ്റ് ആയിട്ട് വരും. വളരെ എളുപ്പത്തിൽ നമുക്ക് കയ്യിലകത്ത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ.
കണ്ടോ? ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ഇപ്പോൾ റെഡിയാക്കിയിട്ടുള്ളത്. എല്ലാ സൈഡും നമുക്ക് നന്നായിട്ട് തന്നെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതൊട്ടും ലീക്ക് ആവുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പിന്നെ ചെയ്തെടുക്കുമ്പോഴായാലും വളരെ കുറച്ച് മാവ് മാത്രം എടുത്തിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് വലുപ്പത്തിലുള്ള സ്നാക്കല്ല. വളരെ ചെറുതായിട്ട് ഇതേപോലെ തന്നെ നമുക്കിനി ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ മാവും ഞാൻ ദേ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുക. നമുക്ക് ഷുഗർ കാരമൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുക്കാം. നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. ഈ ഷുഗർ എല്ലാം ഒന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ. ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുത്തപ്പോൾ കണ്ടോ ഇതിൻ്റെ സൈഡിലെല്ലാം ഒന്ന് കളറൊക്കെ ചേഞ്ച് ആവാൻ തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ദേ ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി ട്ടോ. ഒരുപാട് ഡാർക്ക് കളർ ആവരുത്. ഷുഗർ കാരമലൈസ് ഒക്കെ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ഡാർക്ക് കളർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഡിയാക്കുന്ന സ്വീറ്റിന് ചെറുതായിട്ടൊരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ഒരുപാട് അങ്ങനെ ഡാർക്ക് കളർ ആക്കി എടുക്കരുത്. ഈ ഒരു കളറിൽ വേണം കേട്ടോ നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 ലിറ്റർ പാലാണ് ട്ടോ എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഷുഗർ കാരമൽ ആയത് കണ്ടോ ഇങ്ങനെ കട്ടയിട്ട് വരും. അത് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ പാല് ചൂടാക്കുന്നതനുസരിച്ചിട്ട് ഇത് മെൽറ്റായിട്ട് വന്നോളും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ പാല് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ പാല് ദേ നന്നായിട്ടൊന്ന് തിളച്ച് വന്നു. അപ്പോൾ ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ സ്നാക്കില്ലേ ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഈ സ്നാക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. ഈ പാലെല്ലാം നല്ലതുപോലെ ഇനിയും ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ തിളച്ച് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പൊടിഞ്ഞൊക്കെ പോവും അല്ലെങ്കിൽ പീസാവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ പാല് നന്നായിട്ട് തിളയ്ക്കുന്ന വരെ ഇനി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ കുറച്ച് നേരം ഞാൻ നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പൊട്ടിപ്പോകുന്നില്ല. ഇനി ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി നല്ലതുപോലെ ഇങ്ങനെ തിളച്ച് വരണം. ഈ പാലെല്ലാം ഒന്ന് വറ്റി വരണം. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്നാക്കൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വരണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇതിങ്ങനെ തിളപ്പിച്ച് കൊടുക്കാം. പാലെല്ലാം വറ്റിയിട്ട് ഒന്ന് കുറുകി വരട്ടെ. ഇപ്പോൾ നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് നമ്മുടെ പാലെല്ലാം ഒന്ന് വറ്റാൻ തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ തിക്കായിട്ട് കുറുകി വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് കുറുകി തിക്കായിട്ട് വരും ട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇനിയും നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഒന്നുകൂടെ ഞാൻ നല്ലതുപോലെ ചൂടാക്കി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ നമ്മൾ അരിപ്പൊടിയുടെ ആ മിക്സൊക്കെ ചേർത്ത് കൊടുത്തതിൻ്റെ പേരിൽ തന്നെ നന്നായിട്ട് ഇതൊന്ന് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് കുറുകി വരട്ടെ. അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം കൂടെ ഞാൻ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ ഇത്രയും മതി ട്ടോ. ഇനി നമ്മൾ ഒരുപാട് അങ്ങനെ തിളപ്പിച്ച് കുറുക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഇങ്ങനെ തിക്കായിട്ട് പോകും. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണ്ടേ നമുക്ക് സ്പൂണിലൊക്കെ ഇങ്ങനെ കോരി കഴിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ വേണ്ടേ കിട്ടാനായിട്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം ഇത് ചെറുതായിട്ടൊന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഇതിൻ്റെ ചൂടൊന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര പാനിൽ ബാക്കിയുള്ള ശർക്കര പാനില്ലേ അത് ഒരു 1/4 കപ്പോളം ഉണ്ട് കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റ് ഇതിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുത്തതിൻ്റെ പേരിൽ തന്നെ ഇതിങ്ങനെ കോരിയെടുത്തിട്ടൊക്കെ കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നമുക്കിത് ചൂടോട് കൂടിയായാലും അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടായാലും കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണ്. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ പറയാം കേട്ടോ. അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റ് റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്